കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഗ്യാപ്പ് റോഡിലൂടെ കുറച്ച് മൂന്നാറിലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണാനായിട്ട് ചിന്നക്കനാൽ ആനയിറങ്ങൽ ഡാം പോകുന്ന റൂട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു ആറിന്റെ മുകളിൽ കൂടെ നല്ലൊരു കിടിലം പാലം കണ്ടത്. അതെവിടെയാണെന്ന് നോക്കാൻ വേണ്ടി കുറേ തേയിലത്തോട്ടത്തിന്റെ അകത്തൂടെ എല്ലാം പോയി നോക്കി. പക്ഷെ എവിടെയാണ് എങ്ങനെയാണ് അതിനകത്ത് എത്തിപ്പെടുന്ന വഴി ഒന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു തേയിലത്തോട്ടത്തിന്റെ അകത്ത് കയറി. അതിലൂടെ ഒരൊറ്റ മനുഷ്യക്കുഞ്ഞു പോലും അവിടെയൊന്നും ഇല്ല. പക്ഷെ ആ പോകുന്ന റൂട്ട് നല്ല ഓഫ് റോഡാണ്. നല്ല ചെളിയും മണ്ണും കല്ലൊക്കെ ഉള്ള റോഡാണ്. എങ്ങനെയൊക്കെയോ ഒരു ആറിന്റെ തീരത്തെത്തി. പക്ഷെ പാലം ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ അവിടെ നിന്നുകൊണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനെ കൂടെ ഇറങ്ങിയ പാലം എത്തുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. ആ നമുക്ക് പോയി നോക്കാം. നമുക്ക് എന്തായാലും എണ്ണയുണ്ട്, നമുക്ക് പോയി നോക്കാം. ഈ കാണുന്ന കായൽ ആറുണ്ട് ഗൈസ്. പിക്ക് എടുക്കണം. എടാ ഇത്രയും പിക്ക് എടുക്കുന്ന നീ മടുക്കുന്നില്ല അശ്രേ? അതും ഗൈസ് എല്ലാ പിക്കിലും ഒരേ പോസ്, ഒരു തല തിരിഞ്ഞിരിക്കുന്ന ഒരു ഒറ്റ പോസ്, ഒരു പോക്കറ്റ് കൈയിടുന്നത്. ഈ വഴി ആനയൊക്കെ ഉണ്ടോ? ആനയൊക്കെ സാധാരണ ഇതിലേക്കൂടെയൊക്കെ വരുമെന്നൊക്കെ ഒരു ഇതുണ്ട്, എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഈ വ്ലോഗ് ചിലപ്പോൾ ഇറങ്ങുന്നതായിരിക്കില്ല. ഓ നിൽക്കേ, ആ ഒരു ആറ് പോകാൻ പോകുന്നു. ഇവിടെ വന്ന് എൻ്റെ ചെയ്യും. ഇടയ്ക്ക് വെച്ച് നമ്മുടെ മൈക്കൊന്ന് തറയിലോട്ട് പോയായിരുന്നു. അങ്ങനെ അത് തപ്പാനാണ് ഒന്ന് കട്ടായത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. നമ്മൾ മൈക്ക് വീണെടുത്തുന്നൊരു തൊട്ടിപ്പുറത്ത് ഒരു ഇങ്ങനെ ഇത്രയും വലിയ വെള്ളക്കെട്ട്. അതാ മൈക്കെങ്ങനെ തട്ടി അതിനകത്ത് വീണ തീർന്നല്ലേ? അതോടെ തീർന്നു. ഇതൊക്കെയാണ് പോകുന്ന വഴികൾ. നല്ല പച്ചപ്പും ഹരിതാഭയും ഉള്ള, ചുറ്റും ആറുകളുള്ള നല്ലൊരു സ്ഥലം. കൊള്ളാം. എൻട്രി ടിക്കറ്റിന് പൈസയാണെന്നെല്ലാം തോന്നുന്നു. നമുക്ക് പൈസ ഒന്നും വാങ്ങിച്ചില്ല. അതുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ 1x കാണിച്ചു തരാം. ഇതാണ് ഡാം. ഞാൻ ഡാം കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. അതായിരിക്കും കുറച്ചും നല്ലത്. ഇവിടെ നിന്ന് കറക്റ്റ് എങ്ങനെയാണോ എന്തോ ആണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. ആനയിറങ്കൽ ഡാം. ആന ഇറങ്ങുന്ന തമിഴടാ ആന ഇറങ്കൽ. പക്ഷേ എന്തോ ഒരു കാര്യമായിട്ടുള്ള കിടിലൻ വ്യൂ. എൻ്റെ പള്ളി സെറ്റ് ഗൈസ്. ഈ വ്യൂ നോക്കിയേ, കിട്ടിലോ അല്ലേ? നമ്മൾ ഇനി ഇവിടുത്തെ ഒരു അടിപൊളി വാട്ടർഫോൾ, ചെറിയൊരു വാട്ടർഫോൾ. ഇതാണ് ആ വാട്ടർഫോള്. അശ്വറേ, നാളെ നീ ഇവിടെ ഇറങ്ങി കുളിക്കുമോ രാവിലെ? ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും? അങ്ങോട്ട് മാറിയാണ് ഒക്കെ അല്ലേ അത്? എൻ്റെ അമ്മോ, ഇവിടെയാണ് അശ്വറേ രാവിലെ കുളിക്കാൻ ചലഞ്ച് പറഞ്ഞത്. സൈഡിൽ ഒരുപാട് ഫുഡ് സ്പോട്ട് ഉണ്ട് കേട്ടോ. ഫുഡ് സ്പോട്ടല്ല, ജസ്റ്റ് ഇതാണെങ്കിൽ ഈ ചോളവും ഇതിങ്ങനെ. അണ്ണാ ഇത് എവ്വളോ? 50 രൂപ. ചായ കുടിച്ചുകൊണ്ടിരുന്ന ഈ ഒരു സ്പോട്ടിലാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഇപ്പം താഴെ ഒന്നും കാണാൻ പറ്റത്തില്ല, ആ ഒരു അവസ്ഥയായി. ഇപ്പം നല്ല ഇങ്ങനെ ക്ലൈമറ്റ്, തണുപ്പ് കൂടി വരും. നല്ല കോടയായിട്ടുണ്ട്. ഏകദേശം 4 മണി ആയതേ ഉള്ളൂ, എന്നാലും തണുപ്പ് കൂടി. ഇതിൻ്റെ ഇപ്പുറത്തൊരു സ്ഥലമുണ്ട് ഗൈസ്, റോക്ക് കേവ്. മഞ്ഞുമൽ ബോയ്സിൻ്റെ ആണെങ്കിൽ എന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു, അറിയാൻ വയ്യ. പക്ഷേ നല്ലൊരു വലിയ പാറ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് ഈ ഒരു സെറ്റപ്പ്. ആൾക്കാർ എന്തൊക്കെ കയറിയും പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ അകത്തോട്ട് കയറി നോക്കാം അല്ലേ? പറയാൻ നേരമായിട്ടൊരു ഒരു ക്യൂരിയോസിറ്റി, എന്തും ആയിരിക്കും എൻ്റെ അകത്തുനിന്ന്. നോക്കട്ടെ, കുഴിവെള്ളം ഉണ്ടെങ്കിൽ നീ പോയാൽ മതി. ഞാൻ കുരുങ്ങിന്ന് വെട്ടിപ്പൊട്ടിച്ചെടുക്കൂടാ അശ്വറേ. ഇവിടെ പാറകത്ത് നല്ല തണുപ്പുറങ്ങും. ലൈറ്റ് ഇട്ട് എന്തോ ഇത് ഇത്ര ഉള്ള കൊള്ളാം. വലിയ സംഭവമൊന്നുമില്ല. വെറുതെ കയറി ഇങ്ങനെ ഒരു പാറയുടെ അകം എക്സ്പീരിയൻസ് ചെയ്യാം. ഇവനുണ്ട്, എന്നെ ഒരു സ്വൈര്യം തരത്തില്ല. ഇവൻ ഇന്ന് 200 ഫോട്ടോ കണ്ട ഞാൻ എടുത്തു കൊടുത്ത്. എല്ലാത്തിലും ഒരേ പോസ്, ഒരേ നിൽപ്പ്. റോഡിന് നടുക്കുന്ന മാറുക. ഇത് നാട്ടിലിറങ്ങിയ എന്താ? നീ ആരെ കാണിക്കാൻ എത്ര ഫോട്ടോ എടുക്കുന്നത്? നീ ഇത് പറ നീ
നമ്മളിപ്പോൾ നിൽക്കുന്ന മൂന്നാറിൽ ഒട്ടുമിക്ക എല്ലാവരും വന്ന് കാണുന്ന ഒരു സ്ഥലം, ഭയങ്കര ഫേമസ് ആണ്. ഇതാണ് മൂന്നാർ വ്യൂ പോയിന്റ്. ഇത് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട സാധനമില്ല, പക്ഷേ നല്ലൊരു വ്യൂ ആണ് ഗൈസ്. ഇവിടെ നല്ല രസമുണ്ട്. നമ്മളിനി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ ശരി ബൈ. ഇത് പ്രത്യേകിച്ച് കാണിക്കേണ്ടിയില്ലല്ലോ, കാരണം എല്ലാവർക്കും അറിയാം. അപ്പോൾ ബൈ. നമ്മൾ ഇന്ന് വരെ മൂന്നാർ ബൊട്ടാനിക്കൽ ഗാർഡനിൽ കയറിയിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അവിടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പോയാലോ? എങ്ങനെയാണ് ടിക്കറ്റ് റേറ്റ്സ് ഒന്നും അറിയത്തില്ല. ജസ്റ്റ് നമ്മൾ പോയപ്പം ഇവിടെ കയറിയിട്ടില്ല. പൈസ എടുത്തോ? ഉണ്ട്. ഓക്കെ. കഴിക്കാൻ ഇവിടെ ചോക്ലേറ്റ് ഹബ്ബ്, ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഇന്ന് വരെ കയറിയിട്ടില്ല. എങ്ങനെയുണ്ട് ബൊട്ടാനിക്കൽ ഗാർഡൻ, എങ്ങനെയാണ് സംഭവം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്കിന്ന് ഒരു കംപ്ലീറ്റ് നോക്കാം എങ്ങനെയാണെന്ന്. സബ്സ്ക്രൈബ് ഇട്ടാ. എന്താണ് നമ്മുടെ പ്ലാൻ? എന്താണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ? നീ അത് പറയൂ. എനിക്കറിയാം. പൂക്കളുടെ ഒരു കമനീയ ശേഖരമാണോ ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ? അശ്വര കുറച്ച് ആൾക്കാരെ പേടിയാ, അതുകൊണ്ട് അശ്വറിന് ക്യാമറ സ്പേസ് അശ്വറിന് പേടിയാ അല്ലേ? അശ്വര, നീ ഇവിടെ ചലഞ്ച് ചെയ്യൂ. നീ ഒരു റാൻഡം സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് പോയി ഐ ലവ് യു പറയൂ. ഞാൻ നിനക്ക് ഇത് തരുന്ന ചലഞ്ചാ. നീ പക്ഷെ പെണ്ണുങ്ങൾക്ക് പറയണ്ട. നീ ഒരു ചെറുക്കൻ്റെ അടുത്ത് പോയിട്ട് എടാ ഇത് ചലഞ്ചായിട്ട് എടുത്താ. എടാ ചലഞ്ചായിട്ടാ. നീ എന്തിനു പേടിക്കുന്നത്? അശ്വറിനൊരാഗ്രഹം നമുക്ക് ഇവിടെ ഇതിനകത്ത് കയറി ജസ്റ്റ് ഒന്ന് ആടാം. എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളി വൈബ്, നല്ല കിടില ആംബിയൻസ് അല്ലേ? നല്ല കോടയും. സത്യം ഇത് നല്ല വരാൻ ഭയങ്കര കിടിലം അങ്ങനെ സംഭവം. പക്ഷേ പക്ഷേ അല്ല, പക്ഷേ ഒരു നല്ല ഒരു ഈവനിങ് ആ സമയത്തൊക്കെ വന്ന നൈസാണ് കേട്ടോ. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇപ്പം സീസൺ ആയതുകൊണ്ട് മൂന്നാർ ഇറങ്ങിയേക്കുമെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം. നിന്റെ മനസ്സിലുള്ള കുട്ടിയെ ഉണർത്തറ, അതിനകത്ത് നേരെ സ്ലൈഡ് ചെയ്യുന്നേ. ഇവിടെ ഭയങ്കര സംഭവം അല്ലെങ്കിൽ അങ്ങനെ പറയാനൊന്നുമില്ല. പക്ഷേ ഇതുപോലെ കുഞ്ഞു ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ മൂന്നാറൊക്കെ നമ്മൾ വരുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യണം കേസ്. അല്ലെങ്കിൽ ജസ്റ്റ് വന്ന് തേയിലത്തോട്ടമൊക്കെ കണ്ടിട്ട് പോയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത്? ഇവിടെ എന്തുവാ അശ്വറേ? ഇവിടെ ചെടികൾ. അതെനിക്കും അറിയാം. ചെടികളെ പേര് പറ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റോസയുടെ കൊളാബറേഷൻ വരുന്ന ശരി. കൊളാബ്രോ എന്ത് പറ? ഇത് പറഞ്ഞാൽ നമ്മുടെ ഇത് റോസ കണക്ക് ഇരിക്കുന്നില്ലേ? റോസ ഇല്ലേ ഇത്? റോസ ഇല്ലേ? ആയിരിക്കും. എന്നാൽ ഇത് റോസയല്ല. പിന്നെ അതെനിക്കറിയത്തില്ല. ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജാണെന്നാണ് എൻ്റെ ഒരു അനുമാനം. ഇത് അത് ഗ്ലാസ് ബ്രിഡ്ജാണ്. പക്ഷേ പണിയുന്നതാണോ അത് പണിഞ്ഞ് കഴിഞ്ഞിട്ട് പൊളിച്ച് മാറ്റുന്നതാണോ ഒരു പിടിയില്ല. നമ്മളിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയർ ആയിരുന്നടാ, സെക്കൻഡ് ഇയർ ആയിരിക്കും ഒരു ഫീല്. നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ പോയി അന്ന് നൈസായിരുന്നു ഗൈസ്. നല്ല രസം ഉണ്ടായിരുന്നു അന്ന്. ഒരു ജുറാസിക് പാർക്കുണ്ട്, പക്ഷെ നമ്മളെ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. നമ്മൾ ഈ ഫ്യൂച്ചറിൽ അത് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ തപ്പുന്നത് വാട്ടർ ഡാൻസ് ആണ്. അമ്പോ നൈസ് സെറ്റപ്പ് തന്നെ. കല്യാണ വീടിൻ്റെ മാതൃകയിലുള്ള ഇത് മറ്റേ ഇതല്ലോടാ. ഏതാ അശ്വര? പെട്ടെന്ന് പറ ഏതാ? അല്ല നീ പറഞ്ഞിട്ട് പോയത്. അല്ല ഏതാ? ഒന്ന് പറയടാ അശ്വറേ. നിന്റെ അറിവ് നമ്മളെ ഓഡിയൻസിന് കൂടെ, നിന്റെ അറിവ് നമ്മളെ ചാനലിൽ വേണ്ടതാണ്. നിന്റെ അറിവ് പറ. നമ്മളന്ന് ഐവിക്കല്ല ടൂറിന് പോയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എവിടെയാ പോയത്? ബാംഗ്ലൂര്. നമുക്ക് ഐവിക്ക് മൈസൂര് സോറി, എല്ലാം മറന്നു വേടാ. ടൈം ഗോസ് ഫാസ്റ്റ്. ബൊട്ടാനിക്കൽ ഗാർഡനും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ താമസിച്ച ഹെയ്സ് മൗണ്ടൻ റിസോർട്ടിലെത്തി. നമ്മൾ എത്തിയപ്പോൾ തന്നെ അവിടെ ക്യാമ്പ് ഫയർ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറേ ഫാമിലീസ് പാട്ട് പാടുന്നുണ്ട്, അല്ലാത്തൊരു പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, സൈഡിൽ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി വൈബായിരുന്നു. അങ്ങനെ നമ്മളും ഇടയ്ക്ക് അവരോടൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് നമ്മൾ ഇനി 9:30 ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ പോയി. നമുക്കിവിടെ പൊറോട്ടയുണ്ട്, നൂഡിൽസ് ഉണ്ട്, ചിക്കൻ്റെ ഒരു ഐറ്റംസ് ഉണ്ട്, അല്ലാതെ ബട്ടർ ചിക്കൻ ഉണ്ട്. ഇതെടുത്തൊന്ന് കഴിച്ചു നോക്കാം. നെക്സ്റ്റ് ഒരു പൊറോട്ട, കൂടെ അടിപൊളി ബട്ടർ ചിക്കൻ കുറച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? അപ്പോൾ ഇനി നമ്മൾ പോയി കിടക്കട്ടെ ഗൈസ്. നമ്മളെ ഒരു എപ്പിക് വ്ലോഗ് ഇന്നത്തേക്ക് ഇവിടെ എൻഡ് ചെയ്യുവാണ്. ബാക്കി മൂന്നാർ കാഴ്ചകൾ നാളെ ആയിരിക്കും. അപ്പോൾ നാളെ അടുത്ത് നമ്മൾ പുതിയൊരു റിസോർട്ടിൽ പോകുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകളും എല്ലാമായിട്ട് നാളെ വരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ്, ബൈ.